ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കർ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചെട്ടിനാട് ചിക്കൻ കറിയാണ്. ചെട്ടിനാടെന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചെട്ടിനാട് തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്തെ ഒരു ഏരിയ ആണ് ചെട്ടിനാട്. അവിടെ മിക്കവാറും ഈ ചെട്ടിയാർ എന്നുള്ള വംശത്തിൽപ്പെട്ട കച്ചവടക്കാർ, നെയ്ത്തുകാർ ഇവരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ പുരാതനമായ ഒരു സംസ്കാരമാണ് അവിടെ നിലനിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം പോലെ ഉണ്ട്. ചെട്ടിനാടെന്ന് പറയും. അപ്പോൾ ഏതായാലും ചെട്ടിനാട് ഉള്ള സിപികൾ, ക്യൂസിൻസ്, ഡിഷുകൾ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ ടേസ്റ്റും വ്യത്യസ്തമാണ്, ഉണ്ടാക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ കറിയുണ്ട്. ഇതുമാതിരി ചെട്ടിനാടിൻ്റെ പേരിൽ ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്. അതെല്ലാം എത്ര ഒറിജിനലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും നമ്മളിവിടെ ഒറിജിനലായിട്ടൊരു ക്വിസിനാണ് കാണിക്കാൻ പോകുന്നത്. അതാണ് ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ 750 ഗ്രാം, 3/4 കിലോ ചിക്കനുണ്ട്. ഇത് പിന്നെ നമ്മൾ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് സ്റ്റാർ അനീസ്, തക്കോല എന്ന് പറയും. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, നമ്മുടെ പെപ്പർകോൺ എന്ന് പറയും. ഇത് കുറച്ച് സവാള, ഒരു അര സവാള, ജീരകമുണ്ട്, പെരിഞ്ജീരകം. പിന്നെ ഇതെല്ലാം ഒരു കണക്കിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കറിവേപ്പില, ഇതൊരു 14 ക്ലോവ്സ് ഉണ്ട്, 14. പിന്നെ അടുത്തത് മുളകുണ്ട്, ഒരു 4-5 മുളകുണ്ട്. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട. പിന്നെ മല്ലിയുണ്ട്, മല്ലി സീഡ്സ്. ഇനി തേങ്ങ, നമ്മുടെ സ്ക്രാപ്ഡ് കോക്കനട്ട്, തേങ്ങ ചുരണ്ടിയതുണ്ട്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന ഒരു പ്രത്യേകിച്ച് വിഭവം, ഇത് നമ്മുടെ ചെട്ടിനാട് വിഭവത്തിൽ ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു വിഭവമാണ്. ഇത് സ്റ്റോൺ ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര്. കൽപ്പാസി എന്നും മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിലും പറയും കൽപ്പാസി സ്റ്റോൺ. ഇത് കല്ലിൽ പിടിച്ച് വളരുന്ന ഒരു പൂവാണ്. അത് ഇതിനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ഇതിൻ്റെ പേരാണ് മറാഠി മൊഗ് എന്നാണ് ഇതിൻ്റെ പേര്, മറാഠി മൊഗ്. ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് കിട്ടാനില്ല എങ്കിൽ എന്ന് വിചാരിച്ച് ചെട്ടിനാട് വിഭവം ഉണ്ടാക്കാൻ മടിക്കണ്ട. ഇതില്ലെങ്കിലും ചെട്ടിനാട് വിഭവം മറ്റുള്ള മസാലകൾ ചേർന്നിട്ട് ആകും. ഇതൊരു ആഡഡ് ഒരു ഇതെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. ഇത് കിട്ടുന്നത് ഊട്ടിയിലൊക്കെ പോകുന്നവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോയുടെ വെച്ചിട്ടാണ് കിട്ടും. ഏതായാലും കിട്ടും ഇത്. അപ്പോൾ നമുക്ക് ഇതിനെ ഡ്രൈ റോസ്റ്റ് അല്ല, നമ്മൾ സ്വല്പം എണ്ണ ചേർത്ത് എണ്ണയിലാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാണിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇത് ഫൈബറിൻ്റെ പാനാണ് കേട്ടോ. ഇതിപ്പോൾ കിട്ടാനില്ല, ഇടയ്ക്ക് ഇറങ്ങിയപ്പോൾ വാങ്ങിച്ചതാണ്. ഫൈബർ കൊണ്ടുള്ളതാണ്, ഫൈബർ പാൻ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കൊണ്ട് ഉപയോഗിക്കാം. ചെട്ടിനാടുകാർക്ക് വെളിച്ചെണ്ണയോ മറ്റുള്ള എണ്ണകളൊക്കെ ഉപയോഗിക്കും. നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിടാനുള്ളത് ഓരോരോ ഡ്രൈ മസാലയായിട്ട് നമുക്കിടാം. ഇത് സ്റ്റാർ അനീസ്, തക്കോലം, പെപ്പർകോൺ, കുരുമുളക്. ഇനി നമുക്ക് ജീരകം, പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ്. പിന്നെ നമ്മുടെ പട്ട, ഏലക്ക, ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കാർഡമോണ്. പിന്നെ നമ്മുടെ മറാഠി മൊഗ്, ഇതിലാകെ 3-4 ചെറിയ കഷ്ണം മതി. ഇനി അടുത്തത് നമ്മുടെ സ്റ്റോൺ ഫ്ലവർ, കൽപ്പാസി. പിന്നെ ഉള്ളത് നമ്മുടെ മല്ലി വറുക്കാത്തതുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇളക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഐറ്റങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ജിഞ്ചറാണ്, ഇഞ്ചി. 1 ഇഞ്ച് കഷ്ണമാണ് ഉള്ളത്, ജിഞ്ചർ ചേർക്കണം. പിന്നെ ഒരു അര സവാള ഫൈനലി ചോപ്പാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ഗാർലിക്, വെളുത്തുള്ളി, കൂടാതെ നമ്മുടെ ചുവന്ന മുളക്, കാശ്മീരി ചില്ലിയാണ്.
ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കും. അവസാനം ചേർത്താൽ മതി തേങ്ങ. ഇനി നമുക്ക് 3/4 കപ്പാണ് തേങ്ങ ചേർക്കാം. നമ്മുടെ ഡ്രൈ മസാലകൾ ഒരുവിധം ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് അല്പം വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഏറ്റവും അവസാനമേ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമേ ഈ മസാല ചേർക്കൂ. പിന്നെ ഇത് നമ്മുടെ കണ്ണൂർ തലശ്ശേരിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. കാരണം അവിടെയൊക്കെ ചിക്കൻ കൂടുതലും വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. കോഴിക്കോട് സൈഡ് എങ്ങനെയാണെന്ന് എനിക്കത്ര നിശ്ചയമില്ല. പക്ഷേ കണ്ണൂർ തലശ്ശേരി എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ വറുത്തരച്ച കോഴിക്കറിയാണ് അവിടെ അവർക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് നമ്മുടെ ഡ്രൈ മസാല ഇവിടെ ഇരുന്ന് തണുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കാം. തണുക്കട്ടെ, ഇതുവരെ തണുത്ത് കഴിഞ്ഞില്ല. അപ്പോൾ അതുവരെ നമുക്ക് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. സ്റ്റൗ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്, കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാളയുണ്ട്, മീഡിയം സവാള. പിന്നെ ഇത് ഗാർണിഷിനുള്ളതാണ്. പിന്നെ ഇത് കശുവണ്ടിയാണ്, നമ്മളിപ്പോൾ ഇത് അരച്ചെടുക്കും. പിന്നെ ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ, ടൊമാറ്റോ പേസ്റ്റ് അല്ല, ടൊമാറ്റോ പ്യൂരി. പിന്നെ അല്പം ടമറിൻ്റെ പേസ്റ്റ് ഉണ്ട്, നമ്മുടെ പുളി പേസ്റ്റ്. പിന്നെ നമ്മുടെ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തരം മസാല ഇതാണ് ഉള്ളത്. ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ ഇതിടാം, സവാള ഇടാം. ഉപ്പ് ചേർക്കാം. ഒരു 10 കാഷ്യൂ മതി മാക്സിമം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ മസാല പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി. കഴിഞ്ഞ് മല്ലിപ്പൊടി 1 ടീസ്പൂൺ. നമ്മൾ മല്ലി വേറെയും ചേർക്കുന്നുണ്ട്, വറുത്തതിൻ്റെ അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് പൊടി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം. $750 ഗ്രാം ചിക്കനാണ്. ഉപ്പും ചേർക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. ഒരു 50% പകുതി വേവാകുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ മസാല അരച്ച് ചേർക്കുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വേവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ വേവുന്ന സമയത്തിന് നമുക്ക് ഈ മസാല നമ്മൾ റോസ്റ്റ് ചെയ്ത മസാല ഒന്ന് അരച്ചെടുക്കാം. ഒക്കെ നന്നായിട്ട് തണുത്തു. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. ഒരു പകുതി വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ
ടൊമാറ്റോ പ്യൂരി, പിന്നെ നമ്മുടെ മസാല പേസ്റ്റ്, പുളി, ഇതൊക്കെ ചേർക്കാം. അപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. പകുതി വേവായി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് നമ്മൾ മസാല നമ്മൾ അരച്ചു വെച്ചു, അതാണ് ചേർക്കേണ്ടത് ആദ്യം. അപ്പം നമ്മൾ മസാല പേസ്റ്റ് അരച്ചു വെച്ചിരുന്നത് നമ്മൾ ചേർത്തു. ഇതിൻ്റെ അകത്ത് ഇനി അതായിട്ട് ചേർക്കാനുള്ളത് ടൊമാറ്റോ പ്യൂരിയാണ്. ടൊമാറ്റോ പ്യൂരി ഉണ്ട്. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ തിളച്ച വെള്ളത്തിൽ തക്കാളി ഇട്ടിട്ട് അതെടുത്ത് തണുത്ത വെള്ളത്തിൽ ഇടുക. തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോകുക. തൊലി മാറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക. അതാണ് ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്നത്. അതിൻ്റെ സ്കിന്നോട് കൂടി അരയ്ക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആവും. പേസ്റ്റ് നമ്മൾ പിന്നെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. ഫ്ലെയിം അപ്പ് ചെയ്യുക. ഉപ്പും കൂടെ ഒന്ന് നോക്കണം നമുക്ക്. അല്പം കൂടി ചേർക്കാനുണ്ട്. അല്പം നമുക്ക് ഇതിനകത്ത് പുളി കൂടി ചേർക്കാനുണ്ട്. ടർമറിൻ്റെ പേസ്റ്റാണിത്. ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ഇരുന്നൊന്ന് വേവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ ചിക്കൻ വെന്തു എന്ന് തോന്നുന്നുണ്ട്. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. സിമ്മറിലിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പ്രസൻറ്റേഷൻ നടത്തണമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയാണ്, ഫ്രഷ് കൊറിയാൻഡർ സീഡ്സാണ് നമ്മളിടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ജിഞ്ചർ സ്ട്രിപ്സാണ് ചേർക്കുന്നത്. ജിഞ്ചർ സ്ട്രിപ്സ് നമ്മുടെ ഇഞ്ചി ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയി, ഇവിടെ കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ചെട്ടിനാട് കഴിച്ചിട്ടുണ്ട് ബിരിയാണിയൊക്കെ, അത്ര തീരെ പോരാ. പക്ഷേ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നല്ല റേറ്റുണ്ട്. ചെട്ടിനാട് വിഭവങ്ങൾക്ക് നല്ല റേറ്റുണ്ട്, നല്ല പൈസയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക.
വളരെ എളുപ്പമാണ്. ആകെ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമുള്ള ഈ മറാഠി മൊഗ് ആൻഡ് സ്റ്റോൺ ഫ്ലോർ ഇതാണ് ചിലപ്പോൾ കിട്ടാൻ പ്രയാസമുള്ളത്. ഇവിടെ കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ തമിഴ്നാട്ടിലോ ഊട്ടിയിലോ എവിടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരാം. അവിടെയൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആണിത്. കുന്നൂർ ഊട്ടിയിലൊക്കെ വെറും മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണിത്. അപ്പോൾ അത് വാങ്ങുക. ഇനി തീരെ കിട്ടുന്നില്ലെങ്കിൽ അത് ഇല്ലാണ്ട് ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ബാക്കി പിന്നെ തേങ്ങ ചേർക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആ അളവിൽ മാത്രമേ തേങ്ങ ചേർക്കാവുള്ളൂ. ഇല്ലെങ്കിൽ തേങ്ങ കൂടുതലായി പോകും, ഗ്രേവി ഭയങ്കര കട്ടിയായി പോകും, പിന്നെ ആ ടേസ്റ്റ് മാറിപ്പോകും. ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കാൻ ഞാൻ 3/4 കിലോ ചിക്കനും 3/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. അതിൽ കൂടുതൽ ആകാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വിഭവം പ്രസിദ്ധമായൊരു വിഭവമാണ് ചെട്ടിനാട് ചിക്കൻ കറി എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ തീരുകയാണ്. നിങ്ങളെല്ലാവരോടും വിട പറയാൻ സമയമായിട്ടുണ്ട്. എല്ലാവരോടും നമസ്കാരം പറയുന്നു. ബായ്. ജയ് ഹിന്ദ്.